ഇവിടെ ചെങ്ങളായി വന്നപ്പോൾ രാധാകൃഷ്ണേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് രാധാകൃഷ്ണേട്ടൻ്റെ തന്നെ പിന്നെ ഒരു കാര്യങ്ങൾ നടത്തുന്ന ഒരു ക്ഷേത്രം, വളരെ പഴമയുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രം ഇപ്പോൾ റീവർക്ക് നടക്കുകയാണ്. അപ്പോൾ ആ ക്ഷേത്രം ഒന്ന് കാണാമെന്നുള്ള നിലയിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് ചിത്രീകരിക്കാം. നമുക്ക് ആ ക്ഷേത്ര കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ രാധാകൃഷ്ണേട്ടനോട് ചോദിക്കാം. എന്നാൽ പിന്നെ കാഴ്ചകളിലേക്ക്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. മണ്ഡപം ഇപ്പോൾ പുതുതായി നിർമ്മിച്ചതാണ്. ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. മുകളിൽ ദശാവതാരമൊക്കെ കുത്തിയിട്ടുണ്ട്. പാരമ്പര്യ രീതിയിൽ തന്നെ തച്ചുശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് വേഴപ്പറമ്പ് ചിത്രഭാന നമ്പൂതിരിപ്പാടാണ് വന്ന് പുതിയ കണക്ക് തയ്യാറാക്കി. അളവിലൊന്നും വ്യത്യാസം വരാതെ അതിന്റെ മരക്കണക്കൊക്കെ റെഡിയാക്കി അതിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ അവസാന ഘട്ടത്തിൽ അവിടെ അതിനും കൂടെ ഓടിട്ടാൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവും. രാധാകൃഷ്ണേട്ടാ, ഈ ക്ഷേത്രത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പേരെന്താ? ഈ ക്ഷേത്രത്തിന്റെ പേര് കാവുമ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. 1000ഓളം വർഷങ്ങളുടെ പഴക്കമാണ്. ജ്യോതിഷ വിദഗ്ധന്മാരൊക്കെ പ്രശ്നം വെക്കുന്ന സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ച സമയത്തൊക്കെ പറഞ്ഞിരുന്നത്. ഇതിന്റെ തൊട്ട് താഴെ ഒരു ഇടയക്കുന്നം ഇല്ലം നമ്പൂതിരിമാരുടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവരുടെ ഊരായ്മയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അപ്പോൾ കാലക്രമത്തിൽ അതിൻ്റെ ആൾക്കാരൊക്കെ മരിച്ചുപോയി, കുറേ പേര്. അങ്ങനെ അതിൻ്റെ പിന്നെ അവകാശികളൊക്കെ വീടും സ്ഥലവും പറമ്പും ഒക്കെ വിറ്റിട്ട് പോകുന്ന ഒരവസ്ഥ, ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 10-12ഓളം വർഷങ്ങൾ കാട് മൂടിക്കിടന്ന് പൂജാതി കർമ്മങ്ങളെല്ലാം മുടങ്ങി ഒരു ഗുഹ പോലെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു വിളക്ക് പോലും വെക്കാതെ 10-12 വർഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ വീടും അവരുടെ പിന്നെ പറമ്പുകളൊക്കെ വിൽക്കുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് നാട്ടുകാരൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വില കൊടുത്ത് ഈ ക്ഷേത്രം അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 4 വർഷം മുമ്പാണത്. അപ്പം അതിനുശേഷം നാട്ടുകാരുടെ കമ്മിറ്റി ജനങ്ങളുടെ സഹായത്തോടു കൂടി ഏകദേശം ഒരു 40 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷത്തിന്റെ ഇടയിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു ആദ്യകാലത്ത് ഓടൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്ഷേത്രമായിരുന്നു, അത് തകർന്നു പോയി. പിന്നീട് ഇടക്കാലത്ത് ഇതിൻ്റെ ആളായിരുന്ന നമ്പൂതിരി മാഷ് ഉണ്ടായിരുന്നു. അയാളുടെ റിട്ടയർമെന്റ് തുകയൊക്കെ വെച്ചിട്ട് അത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു. പക്ഷെ അത് ഒരു ക്ഷേത്ര സങ്കല്പത്തിന്റെ രീതിയിൽ നിന്ന് വിരുദ്ധമായി മാറി. അപ്പൊ അങ്ങനെയാണ് നാട്ടുകാരുടെ കയ്യിൽ ഇത് കിട്ടിയത്. തുടർന്ന് പിന്നെ നാട്ടുകാർ ജ്യോതിഷ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വാർപ്പ് നിർമ്മിതികളൊക്കെ പൊളിച്ചു മാറ്റണമെന്നും പാരമ്പര്യ രീതിയിൽ തച്ചുശാസ്ത്ര പ്രകാരം ഇതിന്റെ മേൽക്കൂരകൾ പുനഃസ്ഥാപിക്കണമെന്നും കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയമായ കമ്മിറ്റി നാട്ടിലിറങ്ങി ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടിയ തുകകൾ കൊണ്ടാണ് ഈ കാണുന്ന നിർമ്മിതികളൊക്കെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു നാഗമുണ്ട്. നാഗത്തിനുള്ളിൽ നമ്മൾ കയറണ്ട, നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഇടതും വലതും ഭാഗത്ത് കാണുന്നത് പഴയ നാലമ്പലത്തിന്റെ ആണ്. അതിന്റെ തറ 4 ഭാഗത്തും ഉണ്ട്. തറയുണ്ട്, സ്ട്രക്ചർ ഇല്ല. അത് പണ്ടേ പൊളിഞ്ഞു പോയതാണ്. ടിപ്പുവിന്റെ പടയോട്ട കാലത്തൊക്കെ പൊളിഞ്ഞു പോയത് എന്നാണ് വർത്തമാനങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാ പഴയകാല ക്ഷേത്രങ്ങളൊക്കെ തന്നെ ആ ഒരു ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. നിജസ്ഥിതിയൊക്കെ ചരിത്രപരമായി പരിശോധിക്കുന്നുണ്ട്. അതെ അതെ. എങ്കിലും നാലമ്പലത്തിന്റെ എല്ലാ അവശിഷ്ടങ്ങളും ഇവിടെ ഉണ്ട്.
രാധാകൃഷ്ണേട്ടാ, ഇതെന്താണ് ഈ തറയുടെ സംഭവം? എന്താ ഈ അരയാലിനോട് ചേർന്നൊരു തറ കാണുന്നുണ്ട് ഇവിടെ? ഈ തറയ്ക്ക് മുകളിലാണ് ഉത്സവകാലത്ത് ദേവന്റെ തിടമ്പ് നൃത്തമാണല്ലോ മലബാറിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലെ ആഘോഷങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇനം. അപ്പോൾ ദേവന്റെ തിടമ്പ് ഇവിടെ വെച്ചിട്ട് ഇലഞ്ഞിയുടെ ഇലയിൽ മോതിരം വെച്ചിട്ട് തൊഴുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. തൃച്ചംബരത്തെ അമ്പലത്തിലൊക്കെ അത് പ്രധാന വഴിപാടാണ്. ഉത്സവകാലത്ത് മാത്രമുള്ളൊരു വഴിപാടാണ് മോതിരം വെച്ച് തൊഴുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഉത്സവ സമയത്ത് തിടമ്പ് ഇവിടെ വെക്കുകയും മോതിരം വെച്ച് തൊഴാനുള്ള ഒരു സങ്കല്പമുള്ള ഒരു സ്ഥാനമാണ്. ഇതെന്താ സംഭവം ഇവിടെ? ഇത് ശാസ്താവിന്റെ സ്ഥാനമാണ്. അപ്പോൾ ഈ ശാസ്താവ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ശാസ്താവിന്റെ ബിംബം നാഗത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വർണ്ണ പ്രശ്നം വെച്ച സമയത്ത് നാഗത്തിൽ ശാസ്താവിന്റെ സ്ഥാനമുണ്ടെന്നും അത് അവിടുന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് കണ്ടു. അപ്പോൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളിൽ ആദ്യത്തെ ഘട്ടമാണ് ശാസ്താവിന് ഉചിതമായ സ്ഥാനത്ത് കന്നിമൂലയിലേക്ക് ശാസ്താവിന്റെ സ്ഥാനം മാറ്റി സ്ഥാപിച്ച് അതിന്റെ പ്രതിഷ്ഠ നടത്തി. അവിടുന്ന് മുതലാണ് നമ്മുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ശാസ്താവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാവുമ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അല്ലേ? കാവുമ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഞാൻ എൻ്റെ എല്ലാ യാത്രകളിലും ചില കാഴ്ചകളൊക്കെ നിങ്ങളിൽ എത്തിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഇപ്പം ഈ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ മുന്നിലെത്തിയതും അപ്രതീക്ഷിതമായിട്ടാണ്. നൂറ്റാണ്ടുകളായി, എത്രയോ വർഷം പഴക്കമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ക്ഷേത്ര മുറ്റത്തേക്കാണ് ഞാൻ എത്തിയത്. ആ ക്ഷേത്രം പിന്നെ എന്താ പറയുക, ജനങ്ങൾ എത്തിച്ചേരാതെ ചൈതന്യം കെട്ടുപോകുന്ന തരത്തിൽ നിൽക്കുകയും അത് വീണ്ടും ജനങ്ങളത് ഏറ്റെടുത്ത്, തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോഴാണ് ദേവന് ചൈതന്യവും ശക്തിയും ഉണ്ടാവുക. ആ പ്രദേശത്ത് ജനങ്ങളാകത്തിൻ്റെ ഓടിച്ചെന്ന് തൻ്റെ അപേക്ഷകളും അതുപോലെ ആവശ്യങ്ങളുമായിട്ട് ഒരു ദേവചൈതന്യത്തിന് മുന്നിൽ വരുമ്പോഴാണ് ആ ദേവചൈതന്യത്തിന് ശക്തി ഉണ്ടാവുക, നമ്മൾ അനുഗ്രഹിക്കാൻ. അങ്ങനെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും ഈ പ്രദേശത്തിൻ്റെ ഒരു വിളക്കായിട്ട് ഈ ക്ഷേത്രം തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കിട്ടുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഇനി പുതുക്കി പണിത് പൂർത്തിയായതിന് ശേഷം ഒരു വരവും കൂടെ ഉണ്ട്. അപ്പോൾ പൂർത്തിയായ ക്ഷേത്ര കാഴ്ചകൾ ഞാൻ അന്ന് കാണിച്ചു തരും. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ജനങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക്, അതിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ തന്നെ സാമ്പത്തികമായും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.